ദാമ്പത്യ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ചെറിയ തർക്കങ്ങളുടെ പേരിൽ വിവാഹമോചനവും മറ്റു ബന്ധങ്ങളും തേടിപ്പോകുന്നവരുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കുടുംബജീവിതത്തിലെ സംഘർഷങ്ങളിൽ പ്രശ്നപരിഹാരം ഉണ്ടാക്കാം, സഹായത്തിന് ബന്ധുക്കളുടെ പിന്തുണ തേടാം. എന്നാൽ വിവാഹേതര ബന്ധങ്ങളിൽ തർക്കമുണ്ടായാലോ? പത്തനംതിട്ട അടൂരിലെ ഷഹനയുടെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമായ ഷഹന ആത്മഹത്യ ചെയ്തത് ആൺ സുഹൃത്തുമായുള്ള പ്രശ്നത്തെ തുടർന്നാണ്. സംഭവത്തിന് പിന്നാലെ ഒപ്പമുണ്ടായിരുന്ന യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വയസ്സുള്ള ഷഹനയെ തിങ്കളാഴ്ച രാത്രി 7-നാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ നിന്ന് ബഹളം കേട്ട് അയൽവാസികൾ അടൂർ നഗരസഭ കൌൺസിലറെ വിവരം അറിയിച്ചു. കൌൺസിലർ വീട്ടിലെത്തി അകത്തുണ്ടായിരുന്ന യുവാവിനോട് വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു. കതക് തുറന്നതോടെയാണ് ഷഹനയെ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടത്. ഇവിടെ വന്നപ്പോൾ ഈ ഡോർ ഒരു 3/4 ഭാഗം ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലോസ് ചെയ്തേക്കുന്ന ഡോർ നമ്മൾ നോക്ക് ചെയ്ത് തുറന്നപ്പോൾ ഈ ലേഡി ഹാങ്ങിങ് ആണ്. താഴെ ഈ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഈ യുവാവുണ്ട്. അപ്പം എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ മരിച്ചു എന്ന് മാത്രമാണ് ഈ യുവാവ് പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ചൊന്നും പറയുന്നില്ലായിരുന്നു. തൊട്ടുപുറേ നമ്മൾ SHO വരെ അറിയിച്ചു. SHO പോലീസ് പാർട്ടി വിട്ടു. പിന്നീട് പോലീസ് അതിൻ്റെ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ശരീരത്തിൽ രക്തം കണ്ടതിനെ തുടർന്ന് സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ഏഴംകുളം സ്വദേശിയായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായതായി ചോദ്യം ചെയ്യലിൽ യുവാവ് സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. മറ്റു വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. സംഭവ സ്ഥലത്തിലുണ്ടായിരുന്ന ഒരു സസ്പെക്ടും കൂടി നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. അദ്ദേഹത്തെ നമ്മൾ ചോദ്യം ചെയ്തു വരുന്നുണ്ട്. അദ്ദേഹത്തിന് മെഡിക്കൽ പരിശോധന നടത്തി നമ്മൾ ഇന്നലെ ഉണ്ടായിരുന്ന സംഭവത്തെ കുറിച്ച് അന്വേഷിച്ചു വരുന്നുണ്ട്. ഇന്നലെ ഇവരെ നമ്മൾ വഴക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവരെ നമ്മൾ ഒരു കപ്പിൾ ഉണ്ടായിരുന്ന ഒരു സസ്പെക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ. വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമായ ഷഹന അടൂർ കോട്ടമുകൾ സ്വദേശിനിയാണ്. ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു ഇവർ. സ്റ്റെയറിന്റെ കൈവരിയിൽ ഷാളിൽ തൂങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഷഹനയുടെ ശരീരത്തിൽ നിന്നും രക്തം വാർന്ന നിലയിലായിരുന്നു. യുവാവിന്റെ ദേഹത്തും രക്തം കണ്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. മകളെ ഒപ്പമുണ്ടായിരുന്ന യുവാവ് കൊലപ്പെടുത്തിയതാണെന്നാണ് ഷഹനയുടെ മാതാവിന്റെ ആരോപണം. ജോലി കഴിഞ്ഞ് മകനെ ട്യൂഷൻ ക്ലാസ്സിലാക്കി തിരിച്ചുവന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് മരണം സംഭവിച്ചതെന്നും മാതാവ് ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം യുവതിയുടേത് ആത്മഹത്യയാണെന്നാണ്. ഈ സാഹചര്യത്തിൽ കസ്റ്റഡിയിലുള്ള യുവാവിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയേക്കും. യുവതിയുമായി ഇയാൾ കയ്യാങ്കളിയിൽ ഏർപ്പെട്ടതിന്റെ തെളിവുകൾ ലഭിച്ചിരുന്നതായും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 പത്തനംതിട്ട. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.